ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസ് പിന്നെ മിറർ സൈഡ് ചെറിയൊരു ഇളക്കം, അതായത് ലൂസായി കിടക്കുന്നുണ്ടായിരുന്നു. വാട്ടർ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റുക, അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. നിലവിൽ വേറെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റിനാണ്. ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയറിൻ്റെ ഓയിലൊക്കെ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല. നിലവിൽ കിടക്കുന്നത് കമ്പനി ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത സർവീസിൽ നോക്കാം. കൂടുതലായിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. ആവശ്യമാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഓടിക്കുമ്പോഴത്തേക്ക് ഇവിടെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്ലച്ച് ഗ്രീസിങ് കമ്പൽസറി ആയിട്ട് നമുക്ക് സർവീസിനകത്ത് ഉൾപ്പെടുത്തി ചെയ്തു പോകണേ. അപ്പോൾ അതിൻ്റെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. വേരിയേറ്റർ ബോഡി ബോസ്റ്റർ, ഇത് ക്ലച്ചിൻ്റെ ഓരോ യൂണിറ്റ് ഓരോ പാർട്സുകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ തേയ്മാനം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. വണ്ടി ഓടുന്നതിൻ്റെ അനുസരിച്ച് തേയ്മാനം വരും ഇത്, പക്ഷേ അതൊരു കംപ്ലീറ്റ് എന്ന് പറയാവുന്ന സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം. അത്യാവശ്യം നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്ലച്ചിൽ വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ആയാലും നമുക്ക് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. പുതിയ ബാറ്ററി വലിയ പഴക്കമായിട്ടില്ല. 9.27 ആണ് അതിൻ്റെ ലോഡ് ചെയ്യുന്ന സമയത്തുള്ള വോൾട്ട് കേട്ടോ. നമുക്ക് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ് കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അത്യാവശ്യം വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്, ടയറിനകത്ത് തന്നെ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ പ്രോബ്ലം ഇല്ല. ഫ്രണ്ടിൽ ഷോക്കിൻ്റെ ആക്ഷനൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോക്കിൻ്റെ ഓയിൽ സീൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ മിറർ ഒരു സൈഡ് ലൂസായി കിടക്കുന്നുണ്ടായിരുന്നു, അത് അഴിച്ച് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് പീരിയോഡിക് സർവീസിൻ്റേതായിട്ടുള്ള വർക്കുകളാണ് ഉള്ളൂ. അങ്ങനെ മേജറായിട്ട് വേറെ കംപ്ലയിൻസോ വേറെ പാർട്സുകളായിട്ട് മാറ്റേണ്ടതായിട്ടൊന്നുമില്ല. നിലവിൽ എഞ്ചിൻ ഓയിൽ മാറണം. അപ്പോൾ ഓയിൽ മാറ്റാനായിട്ടായിരിക്കും അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഒരു ഓറിങ്ങും മാറ്റിയിടാൻ. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ജനറലായിട്ട് സർവീസ്, വാട്ടർ സർവീസ് ഇത്രയാണ് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് കിട്ടാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഏകദേശം നമുക്കൊരു 4:30-5 മണിയൊക്കെ ആവും തീർന്നു വരുമ്പോഴത്തേക്കും. അതായത് വാട്ടർ സർവീസ് അടക്കം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവും കേട്ടോ. ഞാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നിലവിൽ അതിൻ്റെ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സാപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. ഈ സൈഡൊക്കെ ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബോഡിയുടെ ഭാഗത്തിട്ട്. എനിക്കതൊന്നും ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വീണപ്പോൾ എന്താ പറ്റിയാണെന്ന് തോന്നുന്നു. വേറെ പറയുന്നതൊക്കെ ബോഡി സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല കേട്ടോ. ഈ സൈഡ് ഓക്കെ. ബാക്കിലത്തെ ബോഡിയുടെ അവിടെയാണ് ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നതാണ്. ഓക്കെ.